മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരെ പുനരധിവസിപ്പിക്കാൻ കൽപ്പറ്റ വില്ലേജിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലും കോട്ടപ്പടി വില്ലേജിലെ നെടുമ്പാല എസ്റ്റേറ്റിലും ഭൂമി ഏറ്റെടുക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ദുരന്തബാധിതരെ തീർത്തും കൈവിട്ടപ്പോഴാണ് വീണ്ടും ചേർത്തു നിർത്തലിന്റെ നല്ല പാഠം പിണറായി സർക്കാർ രചിച്ചത്. എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ 58.50 ഹെക്ടറും നെടുമ്പാല എസ്റ്റേറ്റിൽ 48.96 ഹെക്ടറും ഭൂമിയുമാണ് ഏറ്റെടുക്കുക. 2 ടൗൺഷിപ്പായുള്ള നിർമ്മാണത്തിന്റെ ചുമതല ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന ULCCക്കാണ്. ഊരാളുങ്കലിന്റെ പ്രവർത്തന മികവാണ് ഈ ടൗൺഷിപ്പ് നിർമ്മാണ ചുമതല അവരെ ഏൽപ്പിക്കുവാൻ സംസ്ഥാന സർക്കാരിനെ പ്രേരിപ്പിച്ചത്. എന്നാൽ ഇതൊന്നും കണക്കിലെടുക്കാതെ നിർമ്മാണ ചുമതല ഊരാളുങ്കലിനെ ഏൽപ്പിച്ചതിനെതിരെ ഒരു വിഭാഗം ആളുകൾ വലിയ വിമർശനമാണ് ഉയർത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തൊഴിലാളികളുടെ കരാർ സഹകരണ സംഘം എന്ന നിലയിൽ പേരെടുത്ത സ്ഥാപനമാണ് ULCC. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തൊഴിലാളികളുടെ കരാർ സഹകരണ സംഘമായ ഊരാളുങ്കൽ കോഴിക്കോട് വടകര ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. വാഗ്ബടാനന്ദ ഗുരുവിന്റെയും അദ്ദേഹം സ്ഥാപിച്ച പരിഷ്കരണ പ്രസ്ഥാനമായിരുന്ന ആത്മവിദ്യാസംഘത്തിന്റെയും അനുയായികളായ തൊഴിലാളികൾ കേരള നവോത്ഥാന കാലത്ത് 1925 ഈ സഹകരണ സംഘം സ്ഥാപിച്ചത്. സഹകരണ പ്രസ്ഥാനം തൊഴിലാളികളുടെ പ്രസ്ഥാനം എന്നതാണ് ഊരാളുങ്കലിന്റെ പ്രവർത്തന മികവിന്റെ കാരണം. സ്വന്തം തൊഴിലാളികൾക്ക് പുറമെ സ്വന്തം ഉപകരണങ്ങളും അസംസ്കൃത വസ്തുശേഖരണവും പുത്തൻ സാങ്കേതിക വൈദഗ്ധ്യവുമാണ് പ്രധാന പ്രത്യേകത. നിർമ്മാണങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ പല സാമഗ്രികളും സൊസൈറ്റി സ്വന്തമായാണ് നിർമ്മിക്കുന്നത്. മെറ്റൽ ക്വാറികൾ, ക്രഷർ യൂണിറ്റുകൾ, ഹോളോ ബ്രിക്സ്, ഇന്റർലോക്ക് ടൈൽ യൂണിറ്റുകളും തടി ലോഹ ഉരുപ്പടികൾ നിർമ്മിക്കുവാനുള്ള വർക്ക്ഷോപ്പുകൾ, ഫൗണ്ടറികളും, ഫാബ്രിക്കേഷൻ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, മോൾഡിംഗ്, കോൺക്രീറ്റ് പ്രീകാസ്റ്റിംഗ് തുടങ്ങിയ വർക്ക്ഷോപ്പുകൾ അടക്കം സ്വന്തമായുള്ള സ്ഥാപനമാണിത്. ഏതു പാലവും നേരിട്ട് നിർമ്മിക്കാവുന്ന ഷട്ടറിംഗ്, പൈലിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം വേണ്ട സാമഗ്രികൾ നിർമ്മിക്കുന്നത് സ്വന്തമായാണ്. ഒരു പദ്ധതിയുടെ ആർക്കിടെക്ട് പ്ലാൻ, സ്ട്രക്ചറൽ ഡിസൈൻ, സർവേ എന്നിവ തയ്യാറാക്കുവാനുള്ള വിഭാഗങ്ങൾ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇന്റീരിയർ, ഫയർ ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി കൺട്രോൾ, ഫസാഡ് ജോലികൾക്കുള്ള വിഭാഗം, സോഫ്റ്റ്വെയർ എന്നിങ്ങനെ ഏറ്റെടുക്കുന്ന എല്ലാ തരം പ്രവൃത്തികളും നിർവഹിക്കാൻ എല്ലാ വിഭാഗങ്ങളിലും വൈദഗ്ധ്യമുള്ളവർ സൊസൈറ്റിക്ക് സ്വന്തമായുണ്ട്. എന്ത് പുതിയ സാഹചര്യവും വെല്ലുവിളിയായി ഏറ്റെടുക്കുക എന്നതാണ് ഈ സൊസൈറ്റിയുടെ പ്രത്യയശാസ്ത്രം. വേഗം പണി തീർന്നാൽ വികസന പദ്ധതിയുടെ ഗുണം അത്രയും നേരത്തെ ജനങ്ങൾക്ക് ലഭ്യമാകും. നാടിന്റെ വികസനത്തിന് വേഗം കൂടുന്ന രീതിയിലുള്ള ഈ പ്രവർത്തന മികവാണ് ഊരാളുങ്കലിനെ ജനകീയമാക്കുന്നത്. തലപ്പാടി ചെങ്കള ദേശീയപാത 6 വരിയാക്കൽ, ഭാരത് മാല പദ്ധതിയുടെ ഭാഗം പാലാരിവട്ടം മേൽപ്പാലം പുനർനിർമ്മാണം, കരമന കളിയിക്കാവിള ഹൈവേയിലെ പ്രാവച്ചമ്പലം വഴിമുക്ക് റീച്ച്, വലിയഴീക്കൽ പാലം, പെരുമ്പളം പാലം, വാഗ്ബടാനന്ദ പാർക്ക്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, സഹകരണ വകുപ്പ് രജിസ്ട്രാറുടെ ആസ്ഥാന മന്ദിരമായ സഹകരണ ഭവൻ, കൊല്ലം ചവറയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ, കോഴിക്കോട് ഇരിങ്ങലിലെ സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്, തിരുവനന്തപുരം കോവളത്തെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്, കോഴിക്കോട്ടെ UL സൈബർ പാർക്ക് തുടങ്ങിയ നിരവധി പദ്ധതികൾ വിജയകരമായി പ്രാവർത്തികമാക്കാൻ ULCCക്ക് സാധ്യമായി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ച് പിന്നീട് തകർന്ന അഴിമതിയുടെ പകൽ പോലെയുള്ള തെളിവായി മാറിയ പാലാരിവട്ടം പാലം കരാർ കാലാവധിയുടെ ഏകദേശം 1/3 സമയത്തിനുള്ളിലാണ് ഊരാളുങ്കൽ പൂർത്തിയാക്കിയത്. കുമരകത്തെ G20 ഷെർപ്പ സമ്മേളനത്തിന് റെക്കോർഡ് സമയത്തിൽ മനോഹരമായ കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചതും സർവ്വ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കി സമ്മേളനവേദി മനോഹരമാക്കിയതും ULCCയാണ്. ഈ മികവ് ഊരാളുങ്കലിനെ ലോക ശ്രദ്ധയാകർഷിക്കാൻ ഇടയാക്കി. കരാർ തുകയിൽ കുറവ് പണം ചെലവായാൽ അത് സർക്കാരിൽ തിരിച്ചടിക്കുന്ന രീതിയിലുള്ള മാതൃക തീർത്ത സ്ഥാപനം കൂടിയാണിത്. കോഴിക്കോട് തൊണ്ടയാട്ടെയും രാമനാട്ടുകരയിലെയും മേൽപ്പാലങ്ങൾ എസ്റ്റിമേറ്റിലും കുറച്ചു പണി തീർത്ത് 2018 സംസ്ഥാനത്തിന് കോടികൾ തിരിച്ചടച്ചു. 85 കോടി രൂപയ്ക്ക് ഭരണാനുമതിയും 74.96 കോടി രൂപയ്ക്ക് സാങ്കേതികാനുമതിയും ലഭിച്ച രാമനാട്ടുകര പാലം കാലാവധിക്ക് മുൻപേ 63 കോടി രൂപയ്ക്ക്
പൂർത്തിയാക്കി 11.96 കോടി രൂപ സർക്കാരിന് തിരികെ നൽകി. പേരാമ്പ്ര പയ്യോളി റോഡിന്റെ നവീകരണം 2019 ടെൻഡർ തുകയിലും 4.25 കോടി രൂപ കുറവിൽ കാലാവധിക്ക് മുന്നേ പൂർത്തീകരിച്ച് ആ തുകയും സർക്കാരിന് തിരികെ നൽകി ഉദാത്ത മാതൃക സൃഷ്ടിക്കാൻ ഈ സഹകരണ സംഘത്തിനായി. ഇത്ര ഊർജ്ജസ്വലവും സഫലവുമായൊരു സഹകരണ സ്ഥാപനം ലോകത്ത് വേറെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടിയായ UNDPയുടെ റെസിഡന്റ് കോഓർഡിനേറ്ററായിരുന്ന ലിസ്ഗ്രാൻ ULCCയെ ഇങ്ങനെയാണ് പ്രശംസിച്ചത്. പ്രവർത്തന മികവിന് ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടി മാതൃകാ സഹകരണ സംഘമായി ഊരാളുങ്കൽ സൊസൈറ്റിയെ 2013 തിരഞ്ഞെടുത്തിരുന്നു. ആഗോള മാതൃക എന്ന നിലയിൽ ആ വിജയഗാഥ അവർ ഡോക്യുമെന്റ് ചെയ്തു. ലോകത്തെ പഠിക്കാൻ എന്നതാണ് UNDP അതേപ്പറ്റി പറഞ്ഞത്. അതവർ ലോകമെമ്പാടും പ്രദർശിപ്പിച്ചിരുന്നു. ഈ സൊസൈറ്റിയെ പറ്റി സമഗ്രമായി പഠിക്കാൻ ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് 3 അംഗ വിദഗ്ധ സംഘത്തെ കേരളം സന്ദർശിച്ചിരുന്നു. ലോകത്തെ വ്യവസായ ഉപഭോക്തൃ സേവന മേഖലയിൽ ഏറ്റവും ഉയർന്ന വിറ്റുവരവുള്ള 2ാമത്തെ സ്ഥാപനമെന്ന പദവിയിലേക്ക് വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്ററിന്റെ ആഗോള റാങ്കിങ്ങിൽ തുടർച്ചയായ 3 വർഷവും ഈ സൊസൈറ്റി ഉയർത്തപ്പെട്ടു. വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്ററിന്റെ ഏറ്റവും ഒടുവിലത്തെ 3 പതിപ്പുകളിലാണ് ULCCക്ക് ഈ റാങ്ക് ഉള്ളത്. 2020-ലെയും 2021-ലെയും 2022-ലെയും ഈ പതിപ്പുകൾ യഥാക്രമം 2018, 19, 20 എന്നീ വർഷങ്ങളിലെ റിസൾട്ടുകളും റാങ്കിങ്ങുമാണ് ഉള്ളത്. ആ വിഭാഗത്തിൽ 1ാം സ്ഥാനം സ്പെയിനിലെ മോന്ത്രഗോൺ കോർപ്പറേഷൻ എന്ന തൊഴിലാളി സംഘത്തിനാണ്. 3 മുതലുള്ള സ്ഥാനങ്ങൾ ഇറ്റലി, അമേരിക്ക, ജപ്പാൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ഥാപനങ്ങൾക്കും. 2023 നവംബർ 8-ന് ഏഷ്യ പസഫിക് രാജ്യങ്ങളിലെ മികച്ച സഹകരണ സംഘത്തിന് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് നൽകുന്ന പ്രഥമ എന്റർപ്രൈസസ് കോഓപ്പറേറ്റീവ് എക്സലൻസ് അവാർഡും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ലഭിച്ചു. ഇങ്ങനെ അനേകം അന്താരാഷ്ട്ര അംഗീകാരങ്ങളാണ് നമ്മുടെ സ്വന്തം ഊരാളുങ്കലിന് ലഭിച്ചത്. ULCCയുടെ ചരിത്രവും പ്രവർത്തന മികവും നാടിന് ഗുണം നൽകുന്ന കാര്യങ്ങളും അറിയാത്തവരാണ് വിമർശകർ. ആ വിമർശകർ വസ്തുതകളിലേക്ക് ഒന്ന് കണ്ണു തുറന്നാൽ തീരാവുന്നതേയുള്ളൂ ഈ പ്രശ്നം.